പോകാന്ന് പറഞ്ഞതും പോയാ എന്നെ ഇവിടെ താമസിക്കാനും സമ്മതിക്കില്ലേ? അതൊന്നും പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ ലക്ഷ്മി. നീ പ്രസവം കഴിയുന്നവരെ നീ ഊട്ടിയിൽ പോയി നിൽക്കൂ. കുഞ്ഞിനെ കൊച്ചമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം ഞാൻ നിന്നെ നേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. പ്രസവം ഇവിടെ വേണ്ട. നമുക്കൊരു കാര്യം ചെയ്താലോ? കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? നീ എന്താ ഈ പറയുന്നത്? നീ വാക്ക് കൊടുത്തനുസരിച്ച് കാര്യങ്ങൾ എതിർച്ച് നിർത്തി നിനക്കറിയാമോ? ഇനി വാക്ക് തെറ്റിച്ചാൽ ആപത്താണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നീ ഇന്ന് തന്നെ എന്നോട് നിച്ചു വരണം. നീ എന്താ ഒന്നും പറയാത്തത്? എന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ, അല്ലാതെ എന്ത് ചെയ്യാനാ? അബദ്ധം പറ്റിപ്പോയി. അയ്യോ, അങ്ങനെ പറയാതെ ലക്ഷ്മി. ഒന്നും വിഷമിക്കണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ മോഹൻ നോക്കിക്കൊള്ളും. വിശേഷിച്ച് വല്ല വിവരം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. കേട്ടോ ഡോക്ടറെ, എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അറിയിച്ചാൽ മതി. ഞാനും കൂടെ ഊട്ടി വരെ വരാൻ തയ്യാറാ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അവിടെ നഴ്സിംഗ് ഹോം ഉള്ളതല്ലേ. അല്ല, ആദ്യത്തെ പ്രസവമല്ലേ, അതും ഇത്ര താമസിച്ച്. വളരെ സൂക്ഷിക്കണം, എന്തും സംഭവിക്കാവുന്നതാ. നിങ്ങൾ എന്തിനാ ഈ അപശകനം പറയുന്നത്? അവര് സൂക്ഷിച്ചോളൂ. അറിയുള്ളത് പറഞ്ഞതേ ഉള്ളൂ മനുഷ്യ. ആ, എന്നാ ഇനി താമസിക്കണ്ട, നമുക്ക് പുറപ്പെടാം. ഞങ്ങൾ വരട്ടെ. സമാധാനമായിട്ട് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം. വിഷമിക്കണമെന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളൊക്കെ നോക്കോളാം. പറയട്ടെ. നമസ്കാരം. നമസ്കാരം. ഞാനേ ഒന്ന് മൂത്രമൊഴിക്കാനായിട്ട് പോയി. അതെനിക്ക് മനസ്സിലായി. എന്നെ കണ്ടാ മൂത്രമൊഴിക്ക് പോകും. അപ്പൊ ജോലിക്കാർ എങ്ങോട്ടൊന്നുമില്ല. കാല് പോകുന്നു, കൂട്ടസ്ഥലം പോകുന്നു. രണ്ടും കൂടെ ആരെങ്കിലും എടുത്ത് സൂപ്പ് വെക്കാതിരുന്നാ. സൂപ്പോ? അതെ. പിന്നെ നമുക്ക് ഒരു ജോലിച്ചും കൂടെ നോക്കണം. ആവാമല്ലോ. അങ്ങോട്ടിരിക്കാം. പെരുവഴിയിലോ? താൻ ഈ പെരുവഴി ജോലിച്ച് എന്ന് തുടങ്ങിയോ? ഈ ജാതകം നോക്കുന്നതിന് തലകാല ഭേദമൊന്നും നോക്കണ്ട, എവിടെ വെച്ച് വേണമെങ്കിലും നോക്കാം. ഇതെന്തൊക്കെ സാധനങ്ങൾ? ഇത് ഓരോരുത്തന്റെ തലയിലെഴുത്ത്, അതായത് ജാതകം. പിന്നെ കബഡികളായിട്ടുള്ളതായ ഓരോ സംഭവം. തന്റെ പാട്ടിന് അയ്യോ എന്നെ ചക്കരുത്താ. നിന്നെ ഈ ഉടങ്കൊല്ലി ചോദിച്ചാൽ ആര് പഠിക്കും? അയ്യോ, എന്നെ ആരും പഠിപ്പിച്ചതല്ല സാർ. ഒരു ചങ്കുറ്റം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. എന്നാ ഇനി താൻ ആരും പറ്റിക്കരുത്. അയ്യോ, അത് മാത്രം ചെയ്യരുത്. എനിക്ക് ഭാര്യമാര് 4, പിള്ളേര് 16. എന്നിട്ട് ആ ഒരു കാര്യം ചെയ്യും, എല്ലാത്തിനും കൂടെ കൂടി നേരത്തെ ഒരു ഘോഷയാത്ര കൊണ്ട് നടത്തുക. തന്റെ ഒരു പെരുവഴി ചോദിച്ചു. താങ്കളോട് പറഞ്ഞ എന്റെ മകളെ ദേവദാസ് കല്യാണം കഴിക്കുന്നു. എന്നിട്ട് നാണയത്തിലും നുണയിലും നായുണ്ട്, അതുകൊണ്ട് അത് വേണ്ട, കടലാസ് തന്നെ വേണമെന്നും പറഞ്ഞ് നോട്ട് മേടിച്ചോണ്ടോ എന്നല്ലേ താൻ? അതെ, നായുണ്ടല്ലോ. അവിടെ ഇരുന്നോട്ടെ. ആ നോട്ടും അതിന്റെ പലിശയും കൂടി തരാതെ ഈ തലയിലെടുത്ത് ഞാൻ തരാൻ പോകുന്നു. അയ്യോ, ഞങ്ങളുടെ വയറ്റ് തടിക്കില്ലേ സാർ? അടിക്കും. എന്റെ ഒരാളുടെ വയറല്ല സാർ. 16, 4, 20, 21 വയറായി ഈ കബഡി കൊണ്ട് കഴിയേണ്ടത്. എടോ, തന്റെ ജ്യോത്സ്യം വിശ്വസിച്ചല്ലേ ഞാൻ എന്റെ മകൾക്ക് വേറൊരു പണക്കാരനെ ആലോചിക്കായിരുന്നത്. ഇനിയും താൻ എവിടെയെങ്കിലും ജ്യോത്സ്യം പറഞ്ഞു എന്ന് എന്റെ ചെവിട്ടി കേട്ടാൽ കയ്യും കാര്യം ഞാൻ തെല്ലുപടിക്കും പറഞ്ഞില്ല. ഇനി ഇതുകൊണ്ട് വേറെ ആരും ഒരു വയറും കഴിയണ്ട. എന്റെ കബഡി കബഡി കബഡി. നമുക്ക് ഉടനെ പുറപ്പെടാം ലക്ഷ്മി. എന്തിനാ ഇങ്ങനെ കരയുന്നത്? കുഞ്ഞിനെ ആര് വളർത്തിയാലെന്താ? ലക്ഷ്മി ആ വീട്ടിൽ തന്നെയല്ലേ കഴിയാൻ പോകുന്നത്. കുഞ്ഞിനെ കൊച്ചമ്മയുടെ കയ്യിലേക്ക് കൊടുക്കൂ ലക്ഷ്മി. സന്തോഷത്തോടു കൂടി അങ്ങോട്ട് കൊടുക്കൂ ലക്ഷ്മി. കൊച്ചമ്മ വാങ്ങിച്ചോളൂ. ഈ സഹായം മരിക്കും വരെ ഞാൻ മറക്കില്ല നീത്തി. ഇനി ഒരു ചെറിയ കാര്യം കൂടി. ലക്ഷ്മി ഒരു സത്യം ചെയ്യണം. സത്യം? അതെ ഡോക്ടർ. ഈ കുഞ്ഞ് ഞങ്ങളുടേതാണെന്ന് ആരോടും പറയില്ലെന്ന് ലക്ഷ്മി കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യണം. അതൊന്നും വേണ്ട ശ്രീധര. വേണം കൊച്ചമ്മേ. കുട്ടികളുടെ മനസ്സാണ് ഇവൾക്ക്. ഇല്ലെങ്കിൽ നാട്ടിൽ ചെന്നാൽ ഇവൾ വല്ല അബദ്ധവും പറഞ്ഞെന്നിരിക്കും. എന്തു പറയുന്നു ലക്ഷ്മി? സത്യം ചെയ്യില്ലേ ലക്ഷ്മി?
ഞാൻ പറയില്ല. മതി, ഇനി നമുക്ക് പുറപ്പെടാം. ലക്ഷ്മി പ്രസവത്തിനൊന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് പോകുന്നത്? പ്രസവിച്ച കുഞ്ഞെവിടെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയും? എന്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറയും. കൊച്ചു പേടിച്ചു പോയില്ലേ? കൊച്ചിനെ കളിപ്പിക്കാതെ എന്നെ ആരും പഠിപ്പിക്കില്ല. ആ ദേവദാസിനെ പറിച്ചു വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ കൊച്ചു കുഞ്ഞിന് ആ പല്ല്. ആ കാര്യം ഞാൻ ഓർത്തില്ല. ഏതായാലും ദേവദാസിനെ വാർത്ത വെച്ചതുപോലെ ഇരിക്കുന്നു. വാർത്ത വെച്ചിരിക്കോ? ഉരുക്കി വെച്ചിരിക്കോ? ഏതായാലും കണ്ണെന്റേതാ. ഓ പിന്നെ ശീതളം പറട്ടെ. ശീതള കുഞ്ഞിനെ കണ്ടേ ദേവദാസിയുടെ സാവിത്രിയുടെ. ലക്ഷ്മി എന്താ അവിടെ നിൽക്കുന്നേ? ഞാൻ അകത്ത് വരൂ. വരൂ ലക്ഷ്മി. ലക്ഷ്മി നീ വാ. ശ്രീധരൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. കണ്ണ് 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 ആരുടേതായാലും നല്ല ഭംഗിയുള്ള കണ്ണ്. ഇങ്ങനെ കാര്യങ്ങൾ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഇഷ്ടം. ലക്ഷ്മി പറയും, ഈ കുഞ്ഞിന് ആരുടെ കണ്ണാണ്? നിന്റെയോ? എന്റെ കൊച്ചമ്മയുടെ കണ്ണ്. ആ അങ്ങനെ പറ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ലക്ഷ്മി, ജനിക്കുന്നെങ്കിൽ ഇങ്ങനെ ജനിക്കണം. എന്തൊരു മഹാഭാഗ്യമാണ്. പൂർവ്വകാല സുഹൃതം എന്ന് പറയുന്നതാണ് നല്ലത്. ഈ ഭൂമിയിൽ എത്രയോ കുട്ടികൾ ജനിക്കുന്നു. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? എന്താ ലക്ഷ്മി നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? പാവപ്പെട്ട നമ്മുടെ മകനായിട്ടാണ് അവൻ ജനിച്ചതെങ്കിലും ഇന്നൊരു വലിയ കോടീശ്വരന്റെ മകനായിട്ട് വളരാനാണ് അവന്റെ തലയിൽ എഴുതിയിരിക്കുന്നത്. അവന്റെ യോഗത്തെ പറ്റി നീ എന്ത് പറയുന്നു? ഞാൻ എന്റെ യോഗത്തെ കുറിച്ച് ആലോചിക്കുന്നത് ആറ്റുനൂറ്റ് പ്രസവിച്ച കുഞ്ഞിനെ മറ്റാർക്കോ കൊടുത്തിട്ട് ഞാനിതാ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് സങ്കടപ്പെടുന്നു. എങ്കിലും നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിനക്കൊന്ന് ആശ്വസിച്ചുകൂടെ ലക്ഷ്മി? എന്ത് ഭാഗ്യം ശ്രീയേട്ട. സ്വർണ്ണത്തൊട്ടിലാണെങ്കിൽ എന്താ, പ്രസവിച്ചവൾ പിച്ചക്കാരിയാണെങ്കിലും അവളുടെ മടിയിൽ കിടന്ന് വളരാൻ കഴിയാത്ത കുഞ്ഞിന് എവിടെയാണ് ഭാഗ്യം? നീ ഇങ്ങനെ അതീതമൊക്കെ ആലോചിച്ച് സമയം കളയാതെ പോയി കിടന്നുറങ്ങൂ ലക്ഷ്മി. ഉറങ്ങാനോ? എനിക്ക് ഉറങ്ങാൻ കഴിയുമോ? പാൽ കുടിക്കേണ്ട സമയമായത്. പരിഭ്രമിക്കുന്ന എന്തിനാ? അവന്റെ കാര്യം നോക്കാൻ കൊച്ചമ്മയില്ലേ അവിടെ? കൊച്ചമ്മ എനിക്കൊന്നും കേൾക്കണ്ട. എന്നിട്ട് എന്റെ കുഞ്ഞിനെ കരയിക്കുന്ന എന്തിനാ? ഇങ്ങനെയുണ്ടോ ഒരു കൊച്ചമ്മ? ഓഹോ, ഇപ്പൊ കൊച്ചമ്മയോടും വിരോധമായോ? ദേവതയല്ലേ, വിരോധിക്കാൻ നോക്കുമോ? വല്ലവളും പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മൾ കൊടുത്തിട്ടല്ലേ ലക്ഷ്മി? നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ വാങ്ങിക്കാവോ? എന്റെ കുഞ്ഞല്ലേ. എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടില്ലേ? ഞാനൊന്നും അവനെ എടുത്തോട്ടെ. ഞാൻ എടുത്താൽ അവന്റെ കരച്ചിൽ തീരും. ലക്ഷ്മി എന്താ ഈ പറയുന്നത്? ഈ സമയത്ത് ബംഗ്ലാവിലേക്ക് കൂടി ചെന്ന് കുഞ്ഞിനെടുക്കാൻ? അയ്യോ, ഞാൻ എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ കഴിയുന്നേ? ഞാനിവിടെ വരുന്നു. ലക്ഷ്മി, നീ ആ കൊച്ചിനായിട്ട് കരയിപ്പിക്കാതെ കൊച്ചമ്മയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുക. അതിന് മുല കൊടുക്കട്ടെ. കൊച്ചമ്മ അകത്തിന്റെ ജോലിയായിട്ടിരിക്കുകയാണ്. കുഞ്ഞിന് മുല കൊടുക്കുന്നതും കൊച്ചമ്മയുടെ ജോലി പെട്ടതാ. ഒന്ന് കരയാതെ കൊച്ചെ. അത്ഭുതമായിരിക്കുന്നല്ലോ. അവള് തൊട്ടുടനെ തന്നെ കൊച്ചിന്റെ കരച്ചിൽ മാറിയല്ലോ. ഇതാ പറയുന്നത്, കുഞ്ഞുങ്ങളെ എടുക്കാനും ഒരു തഞ്ചമൊക്കെ വേണം. പുറത്തേക്ക് കൊണ്ടുവന്നു. തണുത്ത കാറ്റ് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ച
വൃത്തികെട്ട ശവം. ആ കുഞ്ഞിനെ കൊണ്ടുപോവാ. കുഞ്ഞ് നിന്റെ കുഞ്ഞ് അത്തുപോയി നേരിട്ട് കണ്ട കുഞ്ഞുങ്ങളുടെ വായാക്കി ഇത് കുത്തിക്കയറ്റി. ശ്രീകരം. പിന്നെ പിന്നെ കുഞ്ഞിന് മുലമെടുക്കാൻ അത്ര വലിയ ആഗ്രഹമാണെങ്കിലേ ഒരു കുഞ്ഞിനെ കൂടെ പെറ്റെടുത്ത് കളാം. അതെങ്ങനെയാ? ഒരു കുഞ്ഞുണ്ടായിരുന്നു നിന്റെ മുല കുടിച്ചപ്പോഴേ ചത്തില്ലേ? വൃത്തികെട്ട ശവം. വിളിച്ചോണ്ട് പോക്കോ വൃത്തികെട്ട ശവത്തിന്. സാവിത്രി, സാവിത്രി, എന്തുണ്ടായി? ഈ കുട്ടിയെ കൊണ്ട് പിടിക്കൂ. ഇനി മേലിൽ ആ ലക്ഷ്മിയുടെ കയ്യിൽ കൊച്ചിനെ കൊടുക്കരുത്. വൃത്തികെട്ട ശവം. എന്താ അവളാ ഇരുട്ടത്ത് കൊണ്ട് വെച്ച് മുല കൊടുക്കുന്നു. അമ്മ വെറുതെ പറയുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, വെറുതെ പറയേ. അവിടെ നിന്നല്ലേ ഞാനിപ്പോ കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്നത്. ഉടനെ അവളെ വിളിച്ച് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് ഒരു താക്കീത് കൊടുക്കണം. വേണ്ട വേണ്ട, വിളിക്കുകയും പറയൊന്നും വേണ്ട. അതൊക്കെ ഇയാളുടെ തെറ്റിദ്ധാരണയായിരിക്കും. തെറ്റിദ്ധാരണയോ? എനിക്കോ? അഥവാ നേരാണെങ്കിൽ തന്നെ നമ്മൾ ശ്രീധരന്റെ ഭാര്യയല്ലേ, സാരമില്ല. പ്രസവിച്ച് കുഞ്ഞു മരിച്ചവളാവള്. അങ്ങനത്തെ ഒരു സ്ത്രീ മറ്റൊരു കുഞ്ഞിന് മുല കൊടുത്താലത്തെ സ്ത്രീ എന്താന്ന് ഞാൻ പറഞ്ഞു തരണോ? വല്ലപ്പോഴും ഒരിക്കലും കാല് തെറ്റിന്ന് കുളത്തിൽ വീഴുമ്പോ കുളിച്ചെങ്കിലായി. അല്ലെങ്കിൽ തന്നെ ഇതുങ്ങളൊക്കെ കുളിക്കോ? സത്തുക്കള് ഇതുങ്ങളുടെയൊക്കെ കൈ കൊച്ചിനെ കൊടുത്താൽ തന്നെ സൂക്കേട് വരും. എന്നാലും അവളുടെ കുഞ്ഞിനെ കൊടുക്കണ്ട. തീർന്നു. കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോകണം? അകത്തേക്ക് പോകും. ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ അവർക്ക് കൊള്ളാം. ഞാൻ മാത്രം വൃത്തിയായിട്ടവളായിപ്പോയി. അതാ മട്ടുപിടിച്ച മനുഷ്യല്ലേ പറഞ്ഞത്. മുതലാളിയും കുഞ്ഞമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ എത്ര നേരം കേട്ടോണ്ടിരിക്കും? വൃത്തിയായിട്ട ശവം, വൃത്തിയായിട്ട ശവം അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും നമ്മളൊരു നല്ല കാര്യം ചെയ്യും. അങ്ങനെ ആശ്വസിച്ചുകൊണ്ടാ മതി. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്കൊന്ന് തോന്നും അന്ന് ഈ വൃത്തിയായിട്ട് എല്ലാം അവസാനിക്കും.